ഹലോ എവരിവൺ, സർ എന്ന് വന്നിട്ടുള്ളത് ഒരു അനൗൺസ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടാണ്. അതായത് MTSE 2024 എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫ്രീ കോച്ചിങ് ഈ ഒരു വീക്ക് മുതൽ ഈ ഒരു ചാനലിലൂടെ എക്സാം വഴി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആൻഡ് എന്താണ് MTSE എക്സാം അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. സർ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സ് പറയുകയാണെങ്കിൽ MTSE മാത്ത് ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ. മാത്സിൽ താല്പര്യമുള്ള കുട്ടികളാണോ നിങ്ങൾ എന്തായാലും എഴുതേണ്ട ഒരു എക്സാമാണ് ഈ ഒരു എക്സാം. ഗണിതശാസ്ത്ര പരിഷത്ത് നടത്തുന്ന ഒരു എക്സാമാണ്. ആൻഡ് മാത്സ് താല്പര്യമുള്ള കുട്ടികൾ മാത്രമല്ല, നിങ്ങൾ മാത്സ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിലും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് നമ്മൾ മാത്സുമായി ബേസ് ചെയ്തിട്ടുള്ള എക്സാംസിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. എന്തിനു വേണ്ടിയാണ് സാർ പറയാം. ആൻഡ് USSന് പ്രിപ്പയർ ചെയ്യുന്നവർ, നമ്മൾ USSൻ്റെ ആണെങ്കിലും ഈ ഒരു എക്സാമിന് വേണ്ടി MTSEക്ക് ആണെങ്കിലും ഒക്കെ നമ്മൾ സിലബസ് വരുന്നത് സെയിം സിലബസാണ്. സോ ഇതിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് എക്സാമിനും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ സാർ ഇങ്ങനത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞത്, നമ്മൾ മാത്സിൽ നമ്മൾ ഡെവലപ്പ് ആവല് നമ്മൾ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മളെ പ്രോബ്ലം സോൾവിങ് സ്കിൽസും നമ്മളെ മെൻ്റൽ എബിലിറ്റിയും എല്ലാം ഡെവലപ്പ് ആവും. സോ നമ്മൾ ഇങ്ങനത്തെ നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോച്ചിങ് തരികയാണല്ലേ. സോ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. ആൻഡ് നമുക്ക് ഇതിൻ്റെ കൂടെ പ്രൈസസ് കിട്ടുകയാണെങ്കിൽ അത് അത്രയും നല്ലത് അല്ലേ. ആൻഡ് MTSനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ LKG മുതൽ +2 വരെയുള്ള എല്ലാ ക്ലാസ്സുകൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാം നടക്കുന്നുണ്ട്. ആൻഡ് നമ്മളിപ്പോൾ 7th വരികയാണെങ്കിൽ തന്നെ 7th CBSEക്ക് സെപ്പറേറ്റ് എക്സാം, സ്റ്റേറ്റിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാമാണ്. നമ്മൾ ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാം നടത്തിയിട്ട് ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് അവിടെ അവർ പബ്ലിഷ് ചെയ്തിട്ട് അതിൽ ഫസ്റ്റ് വരുന്ന 10 റാങ്കിൽ വരുന്ന കുട്ടികൾക്ക്, ഫസ്റ്റ് 10 റാങ്കിൽ വരുന്ന കുട്ടികൾക്ക് ക്യാഷ് പ്രൈസും അതുപോലെ സർട്ടിഫിക്കറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ എത്രയാണ് ക്യാഷ് പ്രൈസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. സോ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് റാങ്ക് വരുന്ന കുട്ടിക്ക് ഗോൾഡ് മെഡലും കിട്ടുന്നതാണ്. അത് മലയാളം മീഡിയത്തിലുള്ള കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് വരുന്ന കുട്ടിക്ക് ആ ഒരു കുട്ടിക്കും, ഇംഗ്ലീഷ് മീഡിയത്തിൽ വരുന്ന കുട്ടിക്ക് ആ ഒരു കുട്ടിക്കും വേറെ ഗോൾഡ് മെഡലായിട്ട് കിട്ടുന്നതാണ്. സോ എന്തായാലും ഈ ഒരു എക്സാമിന് ഒരിക്കലും രജിസ്റ്റർ ചെയ്യാൻ മറക്കണ്ട. ആൻഡ് നമ്മൾ ഈ ഒരു കോച്ചിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇനി 2 month ടൈമാണ്. നമ്മളെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം വരുന്നത് December 8-നാണ്. സോ നമുക്ക് 2 month ടൈം ഉണ്ട് ഈ ഒരു എക്സാമിന്, MTSE എക്സാമിന്. അപ്പോൾ നമ്മൾ ഈ വീക്കിലി നമുക്ക് ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇതിൻ്റെ സിലബസ് വരുന്നത് നമ്മൾ എന്താണോ സ്കൂൾസിൽ പഠിക്കുന്നത് ആ ഒരു സിലബസ് നമ്മളെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരിക. സോ ഓരോരോ ടോപ്പിക് വൈസ് നമുക്ക് ഓരോരോ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ ഷോർട്ട് വീഡിയോസ് ആയിട്ട്, വലിയ ലെങ്ത് ആയിട്ടുള്ള വീഡിയോസ് അല്ല, ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ വീക്കിലി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ കൂടെ നിങ്ങൾ പോയാൽ മതി. നമ്മൾ ഇപ്പോൾ വളരെ കുറച്ച് വീഡിയോസ് ആയിട്ട് വളരെ കുറച്ച് കണ്ടൻസ് ആയിട്ടാണ് ഉണ്ടാവുക. ബട്ട് നമ്മൾ ഈ 2 month ഈ ഒരു ജേണി നിങ്ങൾ നമ്മളെ കൂടെ വരികയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ നമുക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ്സിലുള്ള കുട്ടികളായിട്ട് മാത്രം, സ്റ്റേറ്റ്സിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയമുള്ള കുട്ടികൾ മാത്രമേ ആ ഒരു എക്സാം എഴുതുന്നുള്ളൂ, മലയാളം മീഡിയം ആണെങ്കിൽ മലയാളം മീഡിയമുള്ള കുട്ടികൾ മാത്രമേ എഴുതുന്നുള്ളൂ. സോ നമുക്ക് അവിടെ നമ്മളെ റാങ്ക് ലിസ്റ്റ് വരാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഈ വീഡിയോസിൻ്റെ കൂടെ തന്നെ നമുക്ക് മെൻറ്റി ലൈവ്സും ആൻഡ് ഷോർട്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആൻഡ് സോ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ മാത്സിന് താല്പര്യമുള്ള കുട്ടികളും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും എന്ത് ചെയ്യട്ടെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. നമ്മൾ ഈ ഒരു സെഷൻ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, അടുത്ത ഈ ഒരു വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ. അപ്പോൾ ഇപ്പോൾ തന്നെ അവരും നമ്മളെ ഈ ഒരു കൂടെ തന്നെ നമ്മൾ ഈ ഒരു ജേണിയിൽ വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ഈ ഓരോരോ വീഡിയോസ് വരുമ്പോഴും നമുക്ക് ക്ലാസ് നോട്ട്സ്, ഇതിൻ്റെ ഓരോ നോട്ട്സും അതുപോലെ ക്വസ്റ്റ്യൻ ബാങ്ക്സും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെയിലാണ്. സോ ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ജോയിൻ ചെയ്യാൻ മറക്കണ്ട. എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.